ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കോളിഫ്ലവർ കുറുമയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കോളിഫ്ലവർ, ചില്ലി പൗഡർ, ഗ്രീൻ ചില്ലി, ഗാർലിക്, ജിഞ്ചർ, കറി ലീവ്സ്. എത്ര എടുക്കണമെന്നൊക്കെ അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്കിനി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കുറച്ചും കൂടി സാധനങ്ങൾ വേണം, അതെന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. ഇത് നാളികേരവും പെരിഞ്ചീരകവും കൂടി അരച്ച് വെച്ചതാണിത്. പിന്നെ തക്കാളി, ഉള്ളി, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതവിടെ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതവിടെ നമ്മൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഗാർലിക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായി ഒന്ന് മിക്സായി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കോളിഫ്ലവർ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചതാണ്. ഇതവിടെ നമ്മുടെ തക്കാളി ഉള്ളിലേക്ക് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ച് നാളികേരം പെരിഞ്ചീരകം കൂടി മിക്സ് ആഡ് ചെയ്യാം. നമുക്കിതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. എത്ര എടുക്കണമെന്നൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കറി തിളച്ച് വന്നിട്ട് നമുക്കിതിലേക്ക് കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി തിളച്ചാൽ നമുക്ക് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇനി ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കറിയുടെ ഒരു ഫൈനൽ ലുക്ക്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻസിൽ അറിയിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് നമുക്ക് ചപ്പാത്തിയുടെ ഒപ്പം, ദോശയുടെ ഒപ്പം, ഇഡ്ലിയുടെ ഒപ്പം ഒക്കെ കഴിക്കാം. അപ്പോൾ അടുത്ത് നല്ല ബൈ.